വെള്ളിയാഴ്ച ദിവസത്തിൽ തന്നെ 3 വട്ടം ഓതൽ സുന്നത്താണ്, രാത്രിയും സുബ്ഹിക്കും അതേപോലെ ജുമുഅയുടെ സമയത്തും. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ 10 പേജാണ് ഉള്ളത്. നിങ്ങളുടെ പ്രായം എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രായമായി ആ എല്ലാ ദിവസവും ഇങ്ങനെ ഓതുകയാണ് എങ്കിൽ 1 മാസം 1 വർഷമൊന്നും വേണ്ട, അതിന് മുമ്പ് തന്നെ അതങ്ങ് മനഃപ്പാഠമാണ്. അങ്ങനെ എല്ലാ ദിവസവും 1 ദിവസം പോലും ഒഴിവാകാതെ കഹ്ഫ് സൂറത്ത് ഓതണം. ഏതെങ്കിലും ഒരു ദിവസം ജുമുഅക്ക് മുമ്പ് ഓതാൻ വിട്ടുപോയാൽ നമ്മുടെ മനസ്സിനിക്ക് വലിയ സങ്കടം ഉണ്ടാകണം. ആ സങ്കടം കാരണം ജുമുഅക്ക് ശേഷമെങ്കിലും വെള്ളിയാഴ്ച കഴിയുന്നതിന് മഗ്‌രിബിന് മുമ്പായി ഓതി തീർക്കണം. ഇനി വെള്ളിയാഴ്ച ദിവസം മുഴുവനായി ഓതാൻ കഴിഞ്ഞില്ല, മഗ്‌രിബിന് മുമ്പ് പോലും ഓതാൻ കഴിഞ്ഞില്ല എങ്കിൽ മഗ്‌രിബിന് ശേഷമായിക്കൊള്ളട്ടെ, ഒരാഴ്ചയിൽ 1 വട്ടമെങ്കിലും വെള്ളിയാഴ്ച ദിവസത്തിനെ ഫോക്കസ് ചെയ്ത് ദിവസത്തിൽ ഓതണം. കഴിയുന്നില്ല എങ്കിൽ ഏതാണ് ദിവസമാണോ വെള്ളിയാഴ്ച കഴിഞ്ഞ് സൗകര്യപ്പെടുന്ന ദിവസം, ആ ദിവസം ഖലാ വിട്ടൽ സുന്നത്താണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മൻഖറ സൂറത്തുൽ കഹ്ഫി, ജുമുഅ ദിവസം ഒരാളെങ്ങാനും സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ അല്ലാഹു ലഹു മിൻ നൂരിൻ മാ ബൈനൽ ജുമുഅത്തൈൻ, 2 ജുമുഅയുടെ ഇടയിൽ ഈ ആഴ്ചയാണ് ഓതുന്നത് എങ്കിൽ അടുത്ത ആഴ്ചയുടെ ഇടയിലായി അവന്റെ മുഖത്തും അവന്റെ ശരീരത്തിലും അവന്റെ പ്രവർത്തനങ്ങളിൽ മുഴുവനും അല്ലാഹു തആല പ്രകാശം കൊണ്ട് നിറക്കുമെന്ന്, ഒരു ആത്മീയമായ സാന്നിധ്യം ഉണ്ടാകുമെന്ന്, അവന്റെ മനസ്സിനിക്ക് വലിയ റാഹത്തുണ്ടാകുമെന്ന്, അവന്റെ ബിസിനസ്സിൽ ഒന്നിരിക്കെ ലാഭമില്ലെങ്കിൽ പോലും ഒരാളോടും വെറുപ്പില്ലാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള വലിയ ഒരു മനസ്സുണ്ടാകുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫ് പരമാവധി നമ്മൾ പാരായണം ചെയ്യണം. ഒരൊറ്റ ഒരു ദിവസം പോലും ഒഴിവാക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു ദിവസം ഒഴിവായാൽ അത് ഖലാ കിട്ടാനുള്ള